അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല കോങ്ങാടിൻ്റെ ഇടയിൽ തന്നെയാണ്, കേരളശ്ശേരി പഞ്ചായത്തിൽ വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ടാറിങ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് ഇതിലും നമുക്ക് ടാർ റോഡ് സൗകര്യമുണ്ട്. 4.5 സെൻറ്റോളം സ്ഥലവും അതിലൊരു 2 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വാർപ്പ് വീട്. അപ്പോൾ ഈ പരിസരത്താണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിന് വില വരുന്നത് 12 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ വീടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. ഇതാണ് നമ്മളാ കണ്ട ടാറിങ് റോഡിൽ നിന്ന് ഇറങ്ങുന്ന റോഡ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വീടാണ് നമ്മളെ വീട്. 4.25 സെൻറ്റ് സ്ഥലവും 650 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ്. കൂടുതൽ പഴക്കമൊന്നുമില്ല, ഒരു 5 വർഷമാണ് നമുക്ക് പഴക്കം. ഈ ഭാഗത്തൊക്കെ നമുക്ക് കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ സ്ഥലം പറമ്പാണ്. അപ്പോൾ തൊട്ടോട്ട് നിറയെ വീടുകളുണ്ട്, അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട്. റോട്ടിൽ നിന്ന് ഒരു 2 അടി ഉയർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഒന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്ത് വണ്ടി നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 4 ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് അതിരിൽ മതിലുണ്ട്. ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ്. എല്ലാവർക്കും ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യത്തിന് നാടൻ കിണറുണ്ട്. റിങ്ങൊക്കെ ഇട്ട് നല്ല വൃത്തിയിലുള്ള കിണറാണ്. ഇപ്പോൾ വലയൊക്കെ ഇട്ട് മൂടിയിരിക്കുന്ന കാരണം തുറന്ന് കാണിച്ചു തരുന്നില്ല. ഏകദേശം വെള്ള സൗകര്യമുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് കൃഷിസ്ഥലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. വാങ്ങിക്കുന്ന പാർട്ടിക്ക് ഇനി യാതൊരുവിധ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സൈഡിൽ അതിര് വരുന്നത് കമ്പിവേലിയാണ്. അപ്പോൾ അതിരുകളൊക്കെ ക്ലിയറാണ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ടതിന് ശേഷം ഉൾഭാഗം കൂടി ഒന്ന് കാണാം. ഈ സൈഡിലായാലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഈ ഭാഗത്തുണ്ട്. പിന്നെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് പുറത്തു കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അതിര് വരുന്നത് ഇതുവരെയാണ്. ഈ മണ്ണ് തിട്ട് കാണുന്നവരാണ് ഈ ഭാഗത്ത് അതിര്. അപ്പോൾ 4 ഭാഗത്തേക്കും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ അലക്കാൻ സൗകര്യത്തിനുള്ള കല്ല് കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ അതിരിൽ ഇവിടെ ഒരു തേക്കുണ്ട്. തൊട്ടോട്ട് നിറയെ വീടുകൾ തന്നെയാണ്. ഇതിങ്ങനെ നേരെ അടുക്കള ഭാഗത്തു നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് കാണാനുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട്. അതിൽ നമുക്ക് പില്ലറിലായാലും ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും നമുക്ക് കുഴപ്പമില്ലാത്ത പെയിൻറ്റാണ്. വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അടിഭാഗമൊക്കെ ടൈല് ഇട്ടിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നൊരു ഹാളിലേക്കാണ്. ഹാളും അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളാണ്. മുകൾ ഭാഗത്ത് സീലിങ്ങിലായാലും നമുക്ക് ചോർച്ച കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 5 വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കം. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെയാണ് വീടുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് നമുക്കൊരു പാസേജ്. അവിടെയാണ് നമുക്ക് 2 ബെഡ്റൂം ഉള്ളത്. 2 ബെഡ്റൂം, അതിന് സെൻറ്ററിൽ ഇവിടെ ആയിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. വാഷ് ബേസും സൗകര്യങ്ങളൊക്കെ. ഇതാണ് ഒരു ബെഡ്റൂം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം. ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിലേക്ക് വന്നാലാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉള്ളത്. ഒരു ഡൈനിങ് ഹാള്. ആ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ എടുത്തിട്ടുണ്ട്. നാടൻ അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗം മാത്രം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, ബാക്കി എല്ലാ ഭാഗവും കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീട് ഒരിക്കൽ കൂടി പറയുകയാണ്, പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്രിപ്പാല കോങ്ങാടിൻ്റെ ഇടയിൽ വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളശ്ശേരി പഞ്ചായത്താണ്. റോഡ് സൗകര്യങ്ങൾ, വെള്ളം, അതേപോലെ വീടെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് റേറ്റ് പറയുന്നത് 12 ലക്ഷം രൂപ ഫൈനൽ റേറ്റാണ്. എങ്കിലും പെട്ടെന്നുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.